ഹലോ ഗൈസ്. അപ്പോ ഇന്ന് ഞങ്ങള് ഈ ഒരു പെട്ടക്കണ 500 രൂപ നോട്ട് കൊണ്ട് ഇറങ്ങുകയാണെന്ന്. ഇന്നത്തെ ഫുൾ ഫുഡ് ഇതില് ഒതുക്കണം. രണ്ടുപേരുടെ ഞങ്ങൾ അത്യാവശ്യം പുറത്ത് നല്ലപോലെ കഴിക്കുന്നതാണ്. അതായത് അത്യാവശ്യം എന്താ പറയാ, അതായത് ഒരു നേരത്തെ തന്നെ ചിലപ്പോ ഒരു 400 രൂപ ആവും. ഇന്ന് എന്താവും ഒരു പിടുത്തവും ഇല്ല. അപ്പൊ ഈ 500 രൂപയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ആദ്യം ബൈക്കിൽ പെട്രോൾ അടിക്കണം. അപ്പൊ ബൈക്കിൽ പെട്രോൾ അടിച്ച് 100 രൂപയ്ക്ക് എങ്കിലും പെട്രോൾ അടിക്കണ്ടേ. അപ്പൊ ബാക്കി 400 രൂപ. പിന്നെ ഏതൊക്കെ ഹോട്ടലുകള് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ടൈമില് ഞങ്ങളുടെ അവിടെയുള്ള ഒരു 2 ഹോട്ടൽ തന്നെ അടച്ചിട്ടേക്കോ. ഇനി ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഹോട്ടൽ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഈ ചലഞ്ച് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കട്ടെ എങ്ങനെയാന്ന് നോക്കിട്ട് എന്തായാലും ഇന്ന് ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഫുള്ള് ക്യാഷാ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോ എത്ര രൂപ ചെലവാകുന്നുണ്ട്. അല്ല, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊണ്ട് പോകില്ലേ, നമ്മള് വീട്ടിലേക്ക് വരില്ലേ. അതെ, വീട്ടിലേക്ക് വരും. അപ്പോ ഞങ്ങള് നേരെ പോയിട്ട് അപ്പൊ കഴിക്കട്ടെ. ഏട്ടാ വിശപ്പ് മാറിയോ? ഏകദേശം മാറിയോ? ഒരു കുറ്റി പുട്ട് കിട്ടിയില്ലേ? ഒരു കുറ്റി പുട്ടും മുട്ടക്കറിയും. റിച്ചാണ്. മുട്ടക്കറി അല്ലേ മേടിച്ചേ? അഭിയേട്ട എത്രയായി? 70 രൂപ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 70 രൂപ. ഒരു പുട്ടും ഒരു കുറ്റി പുട്ട്, ഒരു മുട്ടക്കറി. ബാക്കി 330 രൂപയുണ്ട്. ഇത് വെച്ചിട്ട് വേണം ബാക്കിയുള്ള ലഞ്ചും ഡിന്നറും വൈകുന്നേരത്തെ ചായ, ഈവനിങ് സ്നാക്ക് നോക്കാം. അപ്പൊ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെ വന്ന് ഇനിയിപ്പോ അത് ഉച്ചക്ക് ബാക്കിയുള്ള പൈസയും കണ്ട് പോവാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് 330 ഉള്ളത്. 330 ഇപ്പൊ എന്താ കഴിക്കാൻ നോക്കാം. എന്താ കഴിക്കാൻ? ചോറ് മീൽസ് കഴിക്കാം. ഞാൻ നോർമൽ മീൽസ് ആണ് കഴിക്കുന്നത്. അപ്പൊ അത് തന്നെ നോക്കാന്ന് വെച്ചു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കണം അല്ലേ. എന്തായാലും നോക്കാം. 330 ഇനി ലഞ്ചിന് എത്ര ചെലവാകും നോക്കിയിട്ട് വേണം നമുക്ക് ഡിന്നർ കഴിക്കാൻ. പിന്നെ സ്നാക്സ് പറ്റിയ കഴിക്കണം. പോയിട്ട് വരാം. അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ലഞ്ച് നല്ല ലഞ്ചായിരുന്നു അല്ലേ. നല്ല കഞ്ഞി നല്ല കഞ്ഞി കുടിച്ചു. കഞ്ഞി നോക്കിയപ്പോ അത്ര റേറ്റ് ഇല്ല. ബാക്കി മീൽസ് ഒക്കെ ഞങ്ങൾ അപ്പുറമൊക്കെ നോക്കിയപ്പോ റേറ്റ് ഉണ്ട്. പിന്നെ തൈര് വേറെ റേറ്റ് ഉണ്ട്. അപ്പൊ അഡീഷണൽ ആയിട്ട് വേറെ ഇതും മേടിച്ചു. എന്തായാലും കുടിച്ചു, സമാധാനമായി. പിന്നെ ചെറിയതായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോ ജിമ്മിൽ പോവാൻ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ചായക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോന്ന് ഞങ്ങൾ പോയി നോക്കി. ഡിന്നർ പിന്നെ ഒന്നും കഴിക്കേണ്ടി വരില്ല. പഴം മേടിച്ചു കഴിക്കാം. നേന്ത്രപ്പഴമല്ല, റോബസ്റ്റ് മേടിക്കാം. നേന്ത്രപ്പഴത്തിന് നല്ല വില. റോബസ്റ്റ് ആണെങ്കിൽ ഒരു 10 രൂപ കാര്യം കഴിയും. ബാക്കിയപ്പോ നമുക്ക് 185 റുപ്പീസേ ഉള്ളൂ കയ്യിൽ. അതെ, ആ 185 വേണം ഡിന്നർ കഴിക്കാൻ. ഡിന്നർ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ബാക്കി പൈസ നമ്മളെ ബാങ്കിൽ കൊണ്ടിടും. കുഞ്ഞിന് ബാങ്കിലിട്ട് 500 രൂപന്റെ ചലഞ്ച് ചെയ്തിട്ടില്ലേ, ബാക്കി പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് ഇടും. വളരെ വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ച് അല്ലേ, ഫ്രഷ്. എന്തായാലും ഇനി നമുക്ക് ഡിന്നറിൽ ആവശ്യമാക്കിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് കഴിക്കാന്നാണ് വിചാരിക്കുന്നത്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് 2 പേർക്ക് കൂടെ ഒരെണ്ണം മതി. അല്ലാതെ ഞങ്ങള് ഫ്രൈഡ് റൈസ് കഴിക്കാം. രാവിലെ വിശപ്പൊക്കെ മാറിയായിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനെ വിശന്നിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങള് പൊതുവെ ഇങ്ങനെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക്. പിന്നെ ഉച്ചയ്ക്കാണേലും കുഴപ്പമില്ലാത്ത രീതിക്ക് പോയി. ഇനിയിപ്പോ ഡിന്നർ പിടിക്കാം. എന്തായാലും ഇപ്പം ജിമ്മിലേക്ക് പോട്ടെ. ഞങ്ങൾക്കൊന്നും ബിരിയാണി മാത്രം. ചിക്കൻ ബിരിയാണി കിട്ടി. അപ്പൊ ഞങ്ങള് ഡിന്നറിന് വേണ്ടി കുറെ ഹോട്ടലുകൾ കയറി. എത്ര ഹോട്ടലിൽ കയറി? 1 2 3 4 അഞ്ചാമത്തെ ഇപ്പൊ കിട്ടിയത്.
ഒന്നാമത്തേന് ഞങ്ങള് നോക്കി അവിടെ ബിരിയാണി ഉണ്ട്, പക്ഷെ ഞങ്ങള് ഫ്രൈഡ് റൈസ് ടാർഗറ്റ് ചെയ്ത് പോയി. ഫ്രൈഡ് റൈസ് കഴിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഫ്രൈഡ് റൈസ് ഒന്നും എവിടെ ഉണ്ടാക്കണ്ട. ചിക്കൻ ബിരിയാണി പിന്നെ ഈ അൽഫാം അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ ബിരിയാണി മേടിച്ചു, ഒരു ഫുൾ ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കണം. അപ്പൊ വന്നിട്ടുള്ളൂ ജിമ്മിന്ന്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത് എത്ര ഉണ്ടാവും? ഇനി 45 രൂപ ബാലൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു അയ്യോ എന്നാ വൈകുന്നേരം എന്തേലും കഴിച്ചാ മതിയായിരുന്നു വിചാരിച്ചു. ഞങ്ങള് വിചാരിച്ചു ഇനി ഫ്രൈഡ് റൈസ് 150, 160, 170 അത്രക്ക് വരും. അങ്ങനെ എന്തായാലും വരുന്നത്. ബിരിയാണി 140 രൂപയ്ക്ക് കിട്ടി ഡിന്നർ. കുഴപ്പമില്ല കേട്ടോ, 500 രൂപയും കൊണ്ട് നമുക്ക് ജീവിക്കാന്ന് വെച്ചാൽ അത്യാവശ്യം കഴിച്ചോണ്ട് ജീവിക്കാം. ലിമിറ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും നമുക്ക്, അല്ലേ? നോർമലായിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുടെ അറിയില്ല, ഒരു ആവറേജ് സുഖമായിട്ട് കഴിക്കാം. ഞാനൊക്കെ പണ്ട് മറ്റേ ഒരു ദിവസം 100-120 രൂപ കഴിക്കുള്ളൂ പുറത്തുനിന്ന് കഴിക്കുള്ളൂ. ഒരു ദിവസം 120 രൂപ അത്രയൊക്കെ എടുക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു 500 rupees ചാലഞ്ച് പുതിയ ചാലഞ്ച് ഒന്നും അല്ല, ഞങ്ങളൊന്നും നോക്കിയതാ, ടെസ്റ്റ് ചെയ്തതാ നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.